ഇന്നത്തെ ടോപ്പിക് വിറ്റാമിൻ ഡീനെ പറ്റിയോ. എനിക്ക് സ്ഥിരമായിട്ട് കേൾക്കുന്നതൊരു ചോദ്യമാണ്, ഡോക്ടറെ ഞാൻ കാൽഷ്യം ഗുളിക കഴിക്കുന്നുണ്ട്, അത് പ്രശ്നമാണോ? പ്രശ്നമാണ്. വെറും കാൽഷ്യം ഗുളിക കഴിച്ചാൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഇല്ല, ആകെ കിഡ്നി സ്റ്റോൺ കിട്ടും. വിറ്റാമിൻ ഡിയുടെ ഫങ്ഷൻ തന്നെ നമ്മൾ കഴിക്കുന്ന കാൽഷ്യം ബോഡിയുടെ അബ്സോർപ്ഷൻ കൂട്ടാനാണ്. ആ കഴിച്ച കാൽഷ്യം എല്ലിലേക്കും മസിലേക്ക് പോവും. അത് വൈറ്റമിൻ ഡി തന്നെ വേണം. വിറ്റാമിൻ ഡി ഇല്ലെങ്കിൽ എല്ലിലേക്കും മസിലേക്ക് പോവില്ല, അത് മൂത്രം വഴി പുറത്തേക്ക് പോകും, അത് വേസ്റ്റ് ആവും. സോ വെറും കാൽഷ്യം ഗുളിക കഴിച്ചിട്ട് കാര്യമില്ല, കാൽഷ്യത്തിൻ്റെ കൂടെ വൈറ്റമിൻ ഡിയും വേണം. ഈ വിറ്റാമിൻ ഡിയുടെ ഫങ്ഷൻ തന്നെ നമ്മളെ കുടലിൽ നിന്നും നമ്മളെ കിഡ്നിയിൽ നിന്നും കാൽഷ്യം അബ്സോർപ്ഷൻ ചെയ്യാനാണ്. സോ 3 റോളുണ്ട് ഇതിൽ. ഫസ്റ്റ്, നമ്മൾ കഴിക്കുന്ന കാൽഷ്യം വൈറ്റമിൻ ഡി സഹായത്തിൻ്റെ കൂടെ എല്ലിലേക്ക് പോവും. നമ്പർ 2, അത് മസിലിലേക്ക് പോവും. മസിലിൻ്റെ കറക്റ്റ് ഫങ്ഷൻ കിട്ടാൻ വൈറ്റമിൻ ഡി കാൽഷ്യം വേണം. കാൽഷ്യം കുറഞ്ഞ ആൾക്കാർക്ക് മസിൽ വീക്ക്നെസ് വരും. സോ വൈറ്റമിൻ ഡിയുടെ സഹായം വെച്ചിട്ടാണ് മസിലിലേക്ക് പോവുക. പിന്നെ തേർഡ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം, നമ്മളുടെ ഇമ്മ്യൂണിറ്റി കൂടും, പ്രതിരോധശേഷി കൂടും. വൈറ്റമിൻ ഡി കഴിക്കുന്ന ആൾക്കാർക്ക് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അസുഖങ്ങൾ വരാൻ സാധ്യത കുറവാണ്. സോ ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ തരാം. സോ ഇതാണ് 3 ഫങ്ഷൻ വൈറ്റമിൻ ഡിയുടെ. അതായത് ഫസ്റ്റ്, നമ്മളുടെ എല്ലിലേക്ക് കാൽഷ്യം കൂട്ടും, മസിലിൻ്റെ അകത്തേക്ക് കാൽഷ്യം കൂട്ടും, ഇമ്മ്യൂണിറ്റി കൂടും, പ്രതിരോധശേഷി കൂട്ടും. താങ്ക് യു.